ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനന്തകൃഷ്ണ മോഹൻ. വെൽത്തിഫൈയുടെ ഫോറക്സ് ലേണിംഗ് സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്താ പഠിച്ചത്? എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്നും എന്താണ് ബ്രോക്കർ അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് എന്താണെന്നും കറൻസി പേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോവാണ്. എങ്ങനെയാണ് ഫോറക്സ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഏതൊരു മാർക്കറ്റ് ആയാലും വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്താണ്, അതുപോലെ അതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കുഞ്ഞു ടേംസ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ വീഡിയോ സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വലിച്ചു നീട്ടി വീഡിയോ ലെങ്തി ആക്കി പോകുന്നില്ല. നമ്മൾ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും കവർ ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ട്രേഡിംഗ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വാങ്ങുക വിൽക്കുക എന്ന് തന്നെയാണ് അത് ആ ഒരു വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ വാങ്ങിച്ച് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ലാഭം കിട്ടുന്നുണ്ട്. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നോർമലി നമ്മൾ എന്തൊരു സാധനമായാലും വില കുറഞ്ഞു നിൽക്കുമ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിന് വില കൂടുന്നു മനസ്സിലാക്കി കഴിയുമ്പോൾ വില കൂടിക്കഴിയുമ്പോൾ നമ്മൾ വിൽക്കുന്നു. ഈ രീതിയിൽ നമുക്ക് അവിടെ ലാഭം കിട്ടുകയാണ്. പക്ഷെ നമ്മൾ സ്റ്റോക്കിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റിന്റെ കാര്യത്തിലോ നമുക്ക് വില താഴേക്ക് വരാണെങ്കിലും അവിടെ ലാഭം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ട് സെല്ലിംഗ് എന്താണെന്നാണ് ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പൊ ഷോർട്ട് സെല്ലിംഗ് എന്താന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഐഫോണിന്റെ 16 മോഡൽ വരെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിന്റെ 17 മോഡലാണ് അടുത്തായിട്ട് ഇറങ്ങാൻ നിൽക്കുന്നത്. അപ്പോൾ 17 ഇറങ്ങുമ്പോൾ ഈ 16ന്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പൊ ഇത് മനസ്സിലാക്കി നിങ്ങൾ ഈ 16 വിൽക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഏകദേശം 1,00,000 രൂപ അതിന് ഉണ്ട് വില എന്ന് വിചാരിക്കുക. അപ്പോൾ നാളെ ഈ 17 ഒക്കെ ഇറങ്ങി കഴിയുമ്പോൾ അതൊരു 80,000-ലേക്കും അല്ലെങ്കിൽ 60,000-ലേക്കൊക്കെ താഴാം മേ ബി. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഐഫോൺ നിങ്ങൾ അവിടെ സെല് ചെയ്തു, അപ്പോൾ 1,00,000 രൂപ നിങ്ങൾക്ക് കിട്ടി അല്ലെ? പക്ഷേ ഈ ഒരു 17 ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിന്റെ വില താഴേക്ക് വന്നേനെ. അപ്പൊ നമ്മൾ പിന്നെയാണ് വിൽക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏകദേശം ഒരു 30,000-40,000 രൂപയുടെ ഒക്കെ വില നഷ്ടം വന്നേനെ. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഒരു ഐഫോൺ മേടിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ 16 മോഡൽ മേടിക്കാം, നമുക്കിത് വില കുറഞ്ഞ് മേടിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോ നിങ്ങൾ വിറ്റ ആ ഒരു ഫോൺ, നിങ്ങളുടെ ഫോൺ നിങ്ങൾ പിന്നെ മാർക്കറ്റിൽ വില കുറഞ്ഞ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിനായിട്ട് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ 1,00,000 രൂപയ്ക്ക് വിറ്റ സാധനമാണ്. പക്ഷെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് വാങ്ങാനായിട്ട് ചിലപ്പോൾ ഒരു 60,000 രൂപ മതിയാവുള്ളൂ. അപ്പൊ ഇവിടെയാണ് ഏകദേശം നിങ്ങൾക്ക് 30,000 രൂപയുടെ ലാഭം കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ബേസിക്കലി ഷോർട്ട് സെല്ലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ വില കൂടി നിൽക്കുമ്പോൾ വില താഴേക്ക് വരുമെന്ന് മനസ്സിലാക്കി നമ്മൾ ആദ്യമേ വിറ്റിട്ട് അത് ബൈബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രൈസ്, ആ ഡിഫറൻസ്, അതാണ് നമ്മൾ അവിടുത്തെ ലാഭം. അപ്പൊ ബേസിക്കലി മാർക്കറ്റിൽ രണ്ട് ആൾക്കാരാണ്, ഒന്ന് ബയേഴ്സ്, ഒന്ന് സെല്ലേഴ്സ്. അപ്പൊ ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും ആണ് മാർക്കറ്റിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് മാർക്കറ്റിന്റെ പ്രൈസിനെ ബാധിക്കുന്ന ഒരു കാര്യം. ഇതെങ്ങനെയാണ്? വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു ആപ്പിൾ മാർക്കറ്റ് ഇമാജിൻ ചെയ്യുക. അപ്പൊ ഈ ആപ്പിൾ മാർക്കറ്റിൽ ഈ ആപ്പിൾ സെല് ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അവിടെ ഒരു നിശ്ചിത എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ആപ്പിൾ അവിടെ നമുക്ക് വാങ്ങാനോ വിൽക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന്റെ എണ്ണം, കൗണ്ട് എന്നുള്ളത് ലിമിറ്റഡ് ആയിരിക്കും. അത് ഓർത്ത് വെക്കാം. അപ്പൊ ഇവിടെ സപ്ലൈ എന്നുള്ളത് എന്താണ്? ലിമിറ്റഡ് ആണ്. ആപ്പിളിന്റെ സപ്ലൈ ലിമിറ്റഡ് ആണ്. അപ്പൊ 1 കിലോ ആപ്പിൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങണമെങ്കിൽ ഏകദേശം 100 രൂപയാണ് എന്ന് കരുതുക. അപ്പൊ 100 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 1 കിലോ ആപ്പിൾ കിട്ടും. അപ്പൊ 100 കൊടുത്ത് ഒരാള് ചെന്നിട്ട് ആപ്പിൾ വാങ്ങാണ്. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൾക്കാരോട് ആപ്പിൾ വാങ്ങുമ്പോൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ ഒരാളെന്ന് പറഞ്ഞത്, അപ്പൊ കുറെ അധികം ആൾക്കാർ അവിടെ വന്നിട്ട് ആപ്പിൾ വാങ്ങുന്ന സമയത്ത് 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോൾ 100 കൊടുത്ത വാങ്ങുന്നത്. അപ്പൊ അതിന് ഡിമാൻഡ് കൂടുകയാണ്. ഡിമാൻഡ് കൂടുന്ന സാഹചര്യത്തിൽ ഈ ആപ്പിളിന്റെ പ്രൈസ് എന്നുള്ളത് അവിടെ കൂടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങാൻ വരുന്നുണ്ട്. അപ്പൊ എത്ര രൂപ കൂട്ടിയാലും, കുറച്ച് പൈസ കൂട്ടിയാലും ഈ ആപ്പിൾ ആൾക്കാർ വാങ്ങുന്നുള്ളൊരു ബോധ്യം. അപ്പൊ ഇങ്ങനെ ആൾക്കാർ ബൈ ചെയ്ത് അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കടക്കാർ വില കൂട്ടുന്നു. അപ്പോൾ 120 രൂപ എന്നുള്ളൊരു വിലയിലേക്ക്, 1 കിലോ ആപ്പിളിന് കൊടുക്കേണ്ട വിലയിലേക്ക് മാറുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ആൾക്കാർ എത്രയായി? 120 രൂപ കൊടുത്താൽ മാത്രമാണ് ഈ ആപ്പിള് കിട്ടുക. അപ്പൊ അങ്ങനെ വാങ്ങിച്ച് 1 കിലോ 200 രൂപ കൊടുത്താൽ കിട്ടുന്ന സ്ഥിതിയിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആദ്യം 1 കിലോ ആപ്പിൾ മേടിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, അതായത് 100 രൂപയ്ക്ക് ആപ്പിൾ മേടിച്ച ആൾക്കാർ. അപ്പൊ അവരെന്താ ചിന്തിക്കുന്നത്? അവരുടെ കയ്യിലിരിക്കുന്ന ഒരു ആപ്പിള് മാർക്കറ്റിൽ സെല് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏകദേശം 100 രൂപ അധിക ലാഭം കിട്ടുകയാണ്. അതായത് 100 വാങ്ങിച്ചത്, പക്ഷെ ഇപ്പൊ മാർക്കറ്റിൽ സെല് ചെയ്യുമ്പോൾ എത്രയാ?
200 രൂപ കിട്ടുന്നുണ്ട് 1 കിലോയ്ക്ക്. അപ്പൊ 100 രൂപ അധികം ലാഭം അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി അവിടെ ഈ ഒരു ആപ്പിള് വിൽക്കാനായിട്ട് തുടങ്ങുകയാണ്. ആദ്യമേ വാങ്ങിച്ച കുറച്ച് ആൾക്കാർ അപ്പോഴും കൈവശം വെക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇനി വില കൂടിയാലെന്ന് വിചാരിച്ച് കുറച്ച് പേര് അപ്പോഴും കൈവശം വെക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ വിൽക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ വാങ്ങാൻ ആൾക്കാർ വേണ്ടേ, എന്നാൽ മാത്രമല്ലേ അവർക്ക് ഇത് വിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കുറച്ച് വിഭാഗം ആൾക്കാർ ചിന്തിക്കുകയാണ്, അതായത് 200 രൂപയ്ക്ക് ഇപ്പൊ ആപ്പിൾ മേടിച്ചാലും അത് പിന്നീട് 300ഉം 350 400 ഒക്കെ ആയാലോ എന്നുള്ള ഒരു കൺസെപ്റ്റില് അവരത് 200 രൂപയ്ക്ക് വാങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ 200 രൂപ കൊടുത്ത് അവർ വാങ്ങാൻ തയ്യാറാവുമ്പോൾ ഈ 100 രൂപയ്ക്ക് മേടിച്ച് 200 രൂപയ്ക്ക് വിൽക്കാനുള്ള ആൾക്കാർ അവർക്ക് ആപ്പിൾ സെല്ല് ചെയ്യും. അപ്പൊ ഇവിടെ ആപ്പിൾ സെല്ല് ചെയ്ത ടീംസിന് ഇവിടെ അധികമായിട്ട് ലാഭം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ആപ്പിൾ സെല്ല് ചെയ്യുന്ന സമയത്ത് അവിടെ സപ്ലൈ എന്നുള്ളത് പിന്നെയും വരികയാണ്. സപ്ലൈ പിന്നെയും ഇൻക്രീസ് ചെയ്യണം. സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസിന് എന്ത് പറ്റും? പ്രൈസ് താഴേക്ക് വരും. ഓക്കെ, അപ്പൊ പ്രൈസ് താഴേക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ 200 രൂപയ്ക്ക് മേടിച്ച ആൾക്കാർക്ക് നഷ്ടം സംഭവിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് വിഭാഗം ആൾക്കാർക്ക് അവിടെ നഷ്ടം വരുന്നുണ്ട്. കാര്യം 200 രൂപയ്ക്ക് മേടിച്ച ആൾക്കാർക്ക് അവിടെ നഷ്ടം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ 100 രൂപയ്ക്ക് മേടിച്ചിട്ട് 200 രൂപയ്ക്ക് വിറ്റ കുറെ ആൾക്കാരെല്ലാം കുറെ പേര് ഇങ്ങനെ വിൽക്കുന്നതുകൊണ്ട് പ്രൈസ് ഇങ്ങനെ താഴേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ വന്ന് ഒരു 150 വരെ എത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ 200 രൂപയ്ക്ക് മേടിച്ചവർക്ക് അവിടെ 50 രൂപ നഷ്ടമാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ലാഭം കിട്ടിയ ആൾക്കാരും ഇവിടെ ഉണ്ട്, 100 രൂപയ്ക്ക് മേടിച്ച ആൾക്കാർ. അപ്പൊ ഈ 150 എത്തിയപ്പോ വേറൊരു വിഭാഗം ആൾക്കാർ ചിന്തിക്കുകയാണ്, അതായത് നോർമലി വില കുറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങളായാലും ഇപ്പോ ഒരു ഷൂ മേടിക്കണം എന്ന് വിചാരിക്കാം, ഒരു അഡിഡാസിന്റെ പുതിയ ഷൂ മേടിക്കുകയാണ്. അപ്പൊ ഓൺലൈൻ നോക്കുന്ന സമയത്ത് അതിന് ഭയങ്കര വിലയാണ്, ഒരു 2000 രൂപ 3000 രൂപ എന്ന് വിചാരിക്കാം. അപ്പൊ ഒബ്വിയസ്ലി നിങ്ങൾ എന്താ ഓഫർ പ്രൈസിനായിട്ട് വെയിറ്റ് ചെയ്യും, അതായത് വില കുറഞ്ഞു കഴിയുമ്പോൾ വാങ്ങാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പൊ അത് തന്നെ ആ ഒരു സെയിം ലോജിക്ക് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു 150 എന്നുള്ള പ്രൈസിലേക്ക് മാർക്കറ്റ് താഴേക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും വില കുറഞ്ഞ് കിട്ടിയേക്കാണ്. അപ്പൊ ഇതൊരു അവസരമാക്കി കണ്ടിട്ട് കുറെ അധികം ആൾക്കാർ 150 രൂപയ്ക്ക് ഇത് വാങ്ങാനായിട്ട് തയ്യാറാവും. അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തിൽ പിന്നെ അവിടെ എന്താണ്, ഡിമാൻഡ് കൂടുകയാണ്. വാങ്ങുന്നതുകൊണ്ട് പ്രൈസ് കൂടുന്നതനുസരിച്ച്, അതായത് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് പ്രൈസ് കൂടുന്നതുകൊണ്ട് അവിടെ ആപ്പിളിന്റെ വില പിന്നെയും 200ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ ഈ 150 മേടിച്ച ആൾക്കാർക്ക് അവിടെ ലാഭം കിട്ടുന്നുണ്ടാവും 50 രൂപയ്ക്ക്. അപ്പൊ അവിടെ നിന്ന് പിന്നെയും ഇത് മുകളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ആദ്യം ഒരു 200 രൂപയ്ക്ക് മേടിച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവർ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അവർക്കും ചിലപ്പോൾ ലാഭം കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടെ ലാഭം കിട്ടുന്ന ആൾക്കാരുണ്ട്, നഷ്ടം വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ബേസിക്കലി, ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ആക്ച്വലി മാർക്കറ്റ്. അപ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന്റെ സൈക്കോളജിയാണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മനുഷ്യന്റെ സൈക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ബൈ ചെയ്യുന്ന സൈക്കോളജി അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന സൈക്കോളജി. എന്തുകൊണ്ട് അവിടെ ബൈ ചെയ്യാൻ തീരുമാനിക്കുന്നു, എന്തുകൊണ്ട് അവിടെ സെല്ല് ചെയ്യാൻ തീരുമാനിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് നമുക്ക് ഒരു ട്രേഡ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ബൈ ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്താ, പണം വേണം, ക്യാഷ് വേണം. അപ്പൊ ക്യാഷിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ലിക്വിഡിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ക്യാഷ് ആണ്. അപ്പൊ ഈ ക്യാഷ് നമ്മുടെ കയ്യിൽ, നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടായിരിക്കും ബൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻ എടുക്കുമ്പോൾ അപ്പോഴും നമ്മൾ എന്താ, കാശ് കൊടുക്കുന്നുണ്ട്. എന്നിട്ടായിരിക്കും നമ്മൾ അവിടെ ലാഭം കിട്ടാനായിട്ട് നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഒക്കെ കാശ് അവിടെ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ എന്താ, ലിക്വിഡിറ്റി ആയിട്ട് മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ചെറിയൊരു വിഭാഗം മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ ഇത്രയധികം പൈസ ഉണ്ടാവണം എന്നില്ല. മാർക്കറ്റിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി മാർക്കറ്റിൽ പമ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അതിനാണ് നമ്മൾ എന്താ, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും പൊതുവെ മാർക്കറ്റിനെ ഏറ്റവും അധികം കൺട്രോൾ ചെയ്യുന്ന ഒരു വിഭാഗം. പക്ഷെ അത് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യില്ല. അവിടെ ട്രേഡ് ചെയ്യാനായിട്ടുള്ള മറ്റ് പാർട്ടിസിപ്പൻസ് കൂടെ ഉണ്ട്, അത് റീറ്റെയിലേഴ്സ് ആണ്. ഇപ്പോൾ റീറ്റെയിലേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം കൂടിയാണ് മാർക്കറ്റിൽ മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലൊരു വലിയ വിഭാഗം എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കും അതിനകത്ത് കാര്യമായ പങ്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെയുള്ളവരുടെ സൈക്കോളജിയാണ് മാർക്കറ്റിൽ വർക്കാവുന്നത്. അവർ ബൈ ചെയ്യാതെടുക്കുന്ന തീരുമാനങ്ങളും സെല്ല് ചെയ്യാതെടുക്കുന്ന തീരുമാനവും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിൽ പ്രൈസിനെ മൂവ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ കുറച്ച് ടേംസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ബൈയിങ് എന്താണ്, സെല്ലിംഗ് എന്താണ്, ഡിമാൻഡ് എന്താണ്, സപ്ലൈ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചും കൂടെ ടേംസുകൾ ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് സ്പ്രെഡ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിരുന്നു, ഒരു ബ്രോക്കർ നമുക്ക് വേണം
അതായത് ട്രേഡ് ചെയ്യാനായിട്ട് ഒരു ബ്രോക്കർ വേണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ബ്രോക്കർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ബ്രോക്കറേജ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രോക്കറേജ് ആയിട്ട് ഇവിടെ എടുക്കുന്നത് സ്പ്രെഡ് ആണ് ആക്ച്വലി. ഇനി സ്പ്രെഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആസ്ക് പ്രൈസ് എന്താ, ബിഡ് പ്രൈസ് എന്താന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊരു സാധനം 10 രൂപയ്ക്ക് വിൽക്കാൻ നിൽക്കുകയാണ്. അപ്പൊ അത് വാങ്ങാനായിട്ട് 11 രൂപ മുടക്കാനും ഒരാൾ തയ്യാറാണ്. അപ്പൊ അങ്ങനെ വരുന്ന നോക്കുന്ന സമയത്ത് ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും തമ്മിൽ ഏകദേശം ഒരു രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ 1 രൂപയ്ക്കാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ 1 രൂപ വ്യത്യാസമായിരിക്കും കമ്മീഷനായിട്ട് ബ്രോക്കർ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാർജിൻ എന്താ നോക്കാം. മാർജിൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ട്രേഡ് എടുക്കാനായിട്ട് യൂട്ടിലൈസ് ആക്കേണ്ട എമൗണ്ട് ആണ്. അപ്പോൾ ചിലപ്പോൾ $10,000 ആയിരിക്കാം, ചിലപ്പോൾ $20,000 ആയിരിക്കാം. അപ്പൊ ഇത്രയും ഡോളേഴ്സ് ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു ട്രേഡ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട മണി എന്ന് പറയുന്നത്. പക്ഷേ ഈ $10,000 അല്ലെങ്കിൽ $20,000 ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരില്ല. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബ്രോക്കേഴ്സും ലിവറേജ് കൊടുക്കുന്നുണ്ട്. ലിവറേജ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് കാശുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ ഇപ്പോൾ അതിൽ കൂടുതൽ കാശ് വേണം എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ലിവറേജ് കിട്ടുമ്പോൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 10x ലിവറേജ് നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം നോർമലി. അപ്പൊ 10x ലിവറേജ് ഉണ്ടെങ്കിൽ ഒരു $100 നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താ അവിടെ $1,000 ഉള്ള ട്രേഡ് അവിടെ എടുക്കാനായിട്ട് പറ്റും. അതായത് 10x ലിവറേജ് ഉള്ളതുകൊണ്ട് $100 നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് $1,000 വരെ ട്രേഡ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഇതാണ് ബേസിക്കലി ലിവറേജ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നോക്കുകയാണെങ്കിൽ പല ബ്രോക്കേഴ്സും 500 മുതൽ 2,000 വരെ ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ കുറവാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് കുറച്ച് മാർജിൻ കീപ്പ് ചെയ്താൽ മതിയാവും ട്രേഡിനായിട്ട് ഫോറക്സ് മാർക്കറ്റിൽ നോക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഇതാണ് കുറെ അധികം ആൾക്കാർ ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് കടന്നു വരുന്നതിന്റെ കാരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാപിറ്റൽ മതി എന്നുള്ളൊരു കാര്യം ആണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പഠിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് ക്യാപിറ്റൽ മാത്രം മതിയാവും. പക്ഷെ ഒരു സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്നാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് റിസ്ക് ഒക്കെ മാനേജ് ചെയ്ത് ട്രേഡ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഈ വരുന്ന സീരീസിൽ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇനി കുറച്ചധികം ടേംസ് കൂടെ നമുക്ക് നോക്കാനുണ്ട്. അതായത് പിപ്പറ്റ് എന്താണ്, അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ റിസ്ക് റിവാർഡ് എന്താണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ദെൻ നിങ്ങളുടെ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനായിട്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.